തൃശൂരിലെ ATM കവർച്ചയ്ക്ക് പിന്നിൽ ഉത്തരേന്ത്യയിൽ നിന്നെത്തിയ കൊള്ളക്കൂട്ടമെന്ന് പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. 66 ലക്ഷം കവർന്നവരെ പോലീസ് വിശേഷിപ്പിച്ചത് മേവാത്തി ഗ്യാങ് എന്ന്. ആരാണ് ഈ മേവാത്തി ഗ്യാങ്? ഈ ചോദ്യം ഹരിയാന, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ സാധാരണക്കാരോട് ചോദിച്ചാൽ അവർക്ക് ഒരു ഉത്തരമേയുള്ളൂ: വെറും തല്ലിപ്പൊളികളെന്ന്. മോഷണവും പിടിച്ചുപറിയുമാണ് ഈ സംഘത്തിന് അറിയാവുന്ന ഏക ജോലി. വിദ്യാഭ്യാസം നന്നേ കുറവ്. കവർച്ചയ്ക്കെത്തുമ്പോൾ കയ്യിലുള്ളതെല്ലാം തരാമെന്ന് പറഞ്ഞാലും ഇരകൾക്ക് 2 അടി കൊടുത്തിട്ടേ അവർ മോഷണം നടത്തൂ. ഇതാണ് മേവാത്തി ഗ്യാങ്ങുകളെക്കുറിച്ച് അന്നാട്ടുകാർക്ക് പറയാനുള്ളത്. SBI ATMകൾ തകർത്ത് 66 ലക്ഷം രൂപ കവർന്ന കേസിൽ തമിഴ്നാട് പോലീസിന്റെ പിടിയിലായത് 6 പേരാണ്. ഒരാൾ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. പ്രൊഫഷണൽ ATM കൊള്ളക്കാരാണ് മേവാത്തി ഗ്യാങ്. ബ്രസ ഗ്യാങ് എന്നും ഇവർക്ക് വിളിപ്പേരുണ്ട്. ഹരിയാനയും രാജസ്ഥാനും ഉത്തർപ്രദേശും സംഗമിക്കുന്ന മേവാത്ത് മേഖലയിലാണ് താവളം. ഇവിടെ നിന്ന് രാജ്യമാകെ സഞ്ചരിച്ച് ATM കൌണ്ടറുകളിൽ നിന്ന് ഇവർ കവർന്നത് കോടികൾ. ATM തകർത്ത് തരിപ്പണമാക്കാൻ പരിശീലനം ലഭിച്ച 200ഓളം പേരാണ് സംഘത്തിലുള്ളത്. 10ൽ താഴെ അംഗങ്ങളുള്ള സംഘങ്ങളായി സഞ്ചരിച്ചാണ് കവർച്ച. കഴിഞ്ഞയാഴ്ച തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലും ആന്ധ്രയിലെ കടപ്പയിലും ATM കവർച്ച നടത്തിയ അതേ സംഘമാണ് തൃശൂരിലുമെത്തിയത്. കൃഷ്ണഗിരിയിൽ നിന്ന് 9 ലക്ഷവും കടപ്പയിലെ 2 ATMകളിൽ നിന്നായി 41 ലക്ഷവുമാണ് ഇവർ കവർന്നത്. കണ്ണൂരിൽ 3 വർഷം മുൻപ് ATM കവർച്ച നടത്തിയ മേവാത്തി ഗ്യാങ്ങിനെ പോലീസ് പിടികൂടിയിരുന്നു. 2017-ൽ വിനോദ് ഒരുക്കിയ കാർത്തി ചിത്രം തീരൻ അധികാരം ഒൻറോ ഇന്നലെ നടന്ന ATM കവർച്ചയുമായി അസാധാരണ സാമ്യമുള്ള സിനിമയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊള്ളയിലും കൊലയിലും അറപ്പു തീർന്ന സംഘങ്ങൾ ദക്ഷിണേന്ത്യയിലെത്തി ആക്രമണങ്ങൾ നടത്തുന്നതായിരുന്നു സിനിമയുടെ ഇതിവൃത്തം. സമാന സംഭവമാണ് തൃശൂർ മുതൽ നടന്നത്. ഹരിയാനയിൽ തുടങ്ങി UP, രാജസ്ഥാൻ വഴി പാകിസ്ഥാൻ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വംശീയ വിഭാഗമാണ് മേയോ അഥവാ മേവാത്തികൾ. പരിവർത്തിത രാജ്പുത് മുസ്ലിങ്ങളാണ് ഈ വിഭാഗത്തിൽ ഏറെയും. മീണ ഗോത്രത്തിൽ നിന്ന് പരിവർത്തനം ചെയ്തവരുമുണ്ട്. ഹരിയാനയിലെ പഴയ മേവാത്ത് ജില്ലയാണ് പ്രധാന കേന്ദ്രം. ഇപ്പോൾ നൂഹ് എന്നറിയപ്പെടുന്ന ഈ ജില്ലയുടെ വടക്കു ഭാഗത്ത് ഡൽഹിയോട് ചേർന്ന ഗുരുഗ്രാമാണ്. തെക്ക് രാജസ്ഥാനിലെ ആൽവാറും പടിഞ്ഞാറ് രാജസ്ഥാനിലെ തന്നെ ഭരത്പൂരും. രാജസ്ഥാനിലും ഹരിയാനയിലുമാണ് മേയോ മുസ്ലിം വിഭാഗത്തിന്റെ വലിയ സാന്നിധ്യവും സ്വാധീനവുമുള്ളത്. കൃഷിയും കാലി വളർത്തലും അനുബന്ധ തൊഴിലുകളിലുമാണ് കൂടുതൽ പേരും ഏർപ്പെട്ടിരിക്കുന്നത്. കുറെ പേർ ട്രക്ക് ബിസിനസ്സിലുമുണ്ട്. ഇതിലൊന്നും പെടാതെ നിൽക്കുന്ന വളരെ ചെറിയ ഒരു വിഭാഗമാണ് മേവാത്തി ഗ്യാങ്ങുകളായി മാറിയത്. പരിശീലനം നേടിയ 200ഓളം പേരടങ്ങുന്ന വലിയ സംഘം 10 പേരടങ്ങുന്ന ചെറിയ സംഘങ്ങളായി കവർച്ചയ്ക്കിറങ്ങും. വ്യവസായ കേന്ദ്രങ്ങൾ ഉൾപ്പെട്ട മേവാത്തി മേഖലകളിൽ നിന്ന് ഒട്ടേറെ ട്രക്കുകളാണ് ദിനംപ്രതി ദക്ഷിണേന്ത്യയിലേക്കും രാജ്യത്തിന്റെ മറ്റിടങ്ങളിലേക്കും എത്തുന്നത്. ലോഡ് കൈമാറിയ ശേഷം ഈ ട്രക്കുകൾ കാലിയായാണ് മടങ്ങുന്നത്. ഇത്തരം ട്രക്കുകളുടെ ഡ്രൈവർമാരുമായി ബന്ധം സ്ഥാപിക്കുകയാണ് ഗ്യാങ്ങിന്റെ ആദ്യ പരിപാടി. മോഷ്ടിച്ച കാറുകളിലാണ് മേവാത്തി ഗ്യാങ് ATM കവർച്ചയ്ക്കിറങ്ങുക. മേവാത്തിയിൽ നിന്നുള്ള ട്രക്ക് ഈ സമയത്ത് മേഖലയിലുണ്ടെങ്കിൽ കാത്തു നിൽക്കേണ്ട സ്ഥലവും സമയവും ഡ്രൈവറെ അറിയിക്കും. മോഷണശേഷം കാർ ട്രക്കിൽ കയറ്റി സ്ഥലം വിടും. കാർ കേന്ദ്രീകരിച്ചാകും പോലീസ് അന്വേഷണം എന്നതിനാൽ സുരക്ഷിതരായി ഇവർ അതിർത്തി കടക്കും. തോക്കുമായി നടക്കുന്ന ഇവർ അതുപയോഗിക്കാനും മടിക്കില്ല. ഗ്യാങ്ങിന്റെ തലവനായ യൂസഫ് റാഷിദിനെ ഈയിടെ ഡൽഹി പോലീസ് പിടികൂടിയിരുന്നു. പഴയ ATMകൾ ബാങ്കുകളിൽ നിന്നും ലേലം വിളിച്ചെടുത്ത് ഹരിയാനയിലെ മേവാത്തിലെത്തിച്ച് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർത്താണ് ഇവർ പരിശീലനം നേടുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 10 മിനിറ്റിൽ ക്യാഷ് ട്രേ പുറത്തെടുക്കാവുന്ന നിലയിൽ തികവുറ്റ പരിശീലനമാണ് ഇവർ നേടുന്നത്. രാജ്യത്താകമാനം ട്രക്കിൽ സഞ്ചരിച്ച് ഭീഷണി ഉയർത്തുന്ന മേവാത്തി സംഘത്തെ നിരീക്ഷിക്കാൻ പോലീസ് ടെലിഗ്രാം കൂട്ടായ്മ നിലവിലുണ്ട്. 7000 ഉദ്യോഗസ്ഥരാണ് ഗ്രൂപ്പിലുള്ളത്. മേവാത്തി ഗ്യാങ് എവിടെ മോഷണം നടത്തിയാലും ഈ ഗ്രൂപ്പിലൂടെ ചിത്രങ്ങളും വിവരങ്ങളും കൈമാറപ്പെടും. മേവാത്തി ഗ്യാങ്ങിന്റെ സംഘടിത കുറ്റകൃത്യങ്ങൾ ATM കവർച്ചകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. സൈബർ കുറ്റകൃത്യങ്ങളിലും സംഘം സജീവമാണ്. ഈ സംഘത്തിന്റെ തലവൻ സലാഹുദ്ദീനെ 2 വർഷം മുൻപ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഡൽഹിയിലും ഹരിയാനയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒട്ടേറെ സൈബർ പോലീസ് കേസുകളിൽ മേവാത്തി സംഘാംഗങ്ങൾ പ്രതികളാണ്.